ഇനി നമുക്ക് ഈ വഴിയാണ് ഇറങ്ങി പോകേണ്ടത് കേട്ടോ. താഴേക്ക് സ്കിഡൻ സ്പോട്ടുള്ളത്. ചെറിയ കാപ്പിത്തോട്ടം കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഉണ്ടോ? എന്താ ഭംഗി കാണാൻ. വാവ്, ലുക്ക് പ്ലേസ്. നമുക്ക് ഈ വഴിയാട്ടോ പോണ്ടേ. വലിയൊരു കാപ്പിത്തോട്ടം, താഴേക്ക് ഫുൾ കാട്. അരെ ബ്യൂട്ടി. നമ്മൾ ചെറിയൊരു ഇറക്കത്തോട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. സൂക്ഷിച്ച് ഇറങ്ങിപ്പോകണം, അല്ലെങ്കിൽ എന്താ പറയുക, ചിലപ്പോൾ സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വാവ്, എന്താ രസം നോക്കി. ഞാനിതൊക്കെ ഒരു ഇംഗ്ലീഷ് പടത്തിൽ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സ്പോട്ട് ഉണ്ട് എന്ന് അറിയുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അതിമനോഹരമായ റൂട്ട് ഉണ്ടോ. ഞാനപ്പോൾ അവിടെ നിന്നാട്ടോ വന്നത്. കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇറങ്ങി വന്നത്. അങ്ങനെ നമ്മളങ്ങനെ ഇറങ്ങി സ്പോട്ടിലെത്തിയിട്ടോ. എൻ്റെ മോനെ, വാവ്, എൻ്റെ അമ്മോ, എന്നാ ജാതി സ്ഥലമാണ് നോക്കിയേ കാണാൻ. ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയാന്ന് കണ്ടോ? ഇതാ ഞാൻ നിൽക്കുന്ന സ്ഥലം എവിടെയാണ്. ഇപ്പം എൻ്റെ ബാക്കോട്ട് കണ്ടോ? എന്നാ ലുക്ക് സ്ഥലമല്ലേ, പൊളി വൈബ്. നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ലൊരു സ്ഥലമുണ്ടോ? ഇനി വേറെ ഇല്ല, ഇത്ര നല്ല സ്ഥലം ഇനി എവിടെ ഇനി കിട്ടാനില്ല. ഇതേ കാണിച്ചു തരാം ചുറ്റും. ആ കാണുന്ന നമ്മുടെ മീൻമുട്ടി വാട്ടർഫാൾസ്. അപ്പോൾ ആ കാണുന്ന തമിഴ്നാട് ഭാഗമാണ്. ആ കാണുന്ന ചാലിയാർ പുഴ. പിന്നെ ആ ഒഴുകിപ്പോണ വെള്ളം ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടാട്ടോ പോകണം. എന്നിട്ട് ചാലിയാർ പുഴയിൽ ചെന്ന് ചേരും. ആ കാണുന്ന മുണ്ടക്കൈ, അട്ടമല, അതിൻ്റെ അപ്പുറത്തേക്ക് ചെമ്പ്ര, ആ ഭാഗങ്ങളാട്ടോ നമ്മളെ കാണുന്നത്. എന്നെ ലുക്ക് സ്ഥലമല്ലേ, എന്താ ഭംഗി കാണാൻ നോക്കി. താഴേക്ക് ഇതിലും ഭംഗിയേറിയ സ്ഥലം ഇനി നമുക്ക് കാണാനില്ല. ആ വെള്ളത്തിൻ്റെ സൗണ്ട് നോക്കി, എന്താ രസം. താഴെയൊക്കെ ഉണ്ടോ? ബ്യൂട്ടി സ്ഥലം. അതാ കുരിശുമല കാണുന്നു, അങ്ങ് കാണുന്നു കുരിശുമലയാണ് കേട്ടോ. ടി വിയുടെ കാര്യങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ട്. മഴയത്ത് അടിപൊളി വൈബായിരിക്കും. അപ്പോൾ ഞാനങ്ങനെ തിരിച്ചു പോവുകയാണ്. ഇനി അവിടെ നമ്മൾ കുറച്ച് വീടുകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ആ വീടും കൂടി പോയി കാണാൻ പോകാം നമുക്ക്. അവിടേക്ക് ഒരുപാട് ഗ്രാമങ്ങളുണ്ട്, അതും കൂടി കണ്ടിട്ട് വരാം. എന്നാൽ പോവാല്ലേ. ചെറിയ ഊട് വഴി, ഈ വഴി കൂടിയാണ് തിരിച്ച് ഇറങ്ങി വന്നത് കേട്ടോ. അപ്പം നമ്മളങ്ങനെ വേറെ സ്പോട്ടിൽ വന്നു. ഇതിൻ്റെ തന്നെ മറ്റൊരു ഭാഗം കേട്ടോ. എന്തൊക്കെ ജീവികൾ വരുന്ന സ്ഥലമാണല്ലോ. എൻ്റെ മോനെ, വേറെ ബ്യൂട്ടി.
താഴേക്കൊക്കെ നോക്കിയേ. താഴേക്ക് പോയി കഴിഞ്ഞാൽ പോയി. മനോഹരമായ സ്ഥലം. ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ അപ്പുറത്താണ് പോയത്. നമ്മൾ പോയത് അവിടെ അപ്പുറത്തെ ഭാഗത്താണ്. നമ്മൾ അവിടെ നിന്ന് ഇപ്പുറത്തെ ഭാഗത്തോട്ട് വന്നു. നല്ല വെയിലാട്ടോ. വാവ്, ഫുള്ള് പാറക്കൂട്ടങ്ങളൊക്കെ ആയിട്ട് നോക്കിയേ, എന്താ ഭംഗി. നല്ല ശുദ്ധമായ കാറ്റും. ഇപ്പം ഞാനവിടെ എവിടെയാണ് നിൽക്കുന്നത് നോക്കിയേ, എന്താ രസം ഇങ്ങോട്ടൊക്കെ കാണാൻ. എൻ്റെ മോനെ, ഒരു ചെറിയൊരു മരമൊക്കെ ഉണ്ട്. ഇതാ മരമൊക്കെ ഉണങ്ങിപ്പോയി. താഴേക്ക് കാണിച്ചു തരാം. ഉണ്ടോ? ഞാൻ നിൽക്കുന്നത് എവിടെയാ, നിങ്ങൾ കാണുന്നത് എവിടെയെന്നുണ്ടോ? കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോവാം. എൻ്റെ മോനെ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് താഴ്ഭാഗം ഞാൻ നിൽക്കുന്നൊരു പാറയിലാണ്. എന്താ രസമല്ലേ കാണാൻ. നമ്മുടെ നാട്ടിൽ ഇത്രയും ലുക്കുള്ളൊരു സ്ഥലം ഇനി വേറെ ഇല്ല കാണാൻ. കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് പോവാം. മോനെ നോക്ക്, അത് ഒവ്വാലറിയുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നില്ലേ? ഫുള്ള് കാറ്റാണ്. ഞാനപ്പോൾ അപ്പുറ സൈഡിലാണ് നേരത്തെ പോയത്. ഇപ്പുറ സൈഡാണ്. എന്ത് മനോഹരമായ കാട്ടുചെടികളാണ് നോക്കിയേ. ഇതെന്തോ ഒരു നാരങ്ങ കേട്ടോ, കുഞ്ഞി നാരങ്ങ. എന്തോ ഒരു നാരങ്ങ നോക്കി, മേലോട്ടൊക്കെ നോക്ക്, എന്താ ഭംഗി കാണാമെന്ന് അല്ലേ. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടോ, എൻ്റെ ബാക്കോട്ട് നോക്ക്. ഇത് വേറൊരു സ്ഥലമാണ് കേട്ടോ. ഞാൻ നേരത്തെ പോയതിൻ്റെ മറ്റൊരു ഭാഗമാണ്. എന്താ ഭംഗിയില്ലേ, ബേക്കിൽ മനോഹരമായൊരു വാട്ടർ ഫാൾസും. എന്ത് രസം കാണാൻ നോക്കി അങ്ങോട്ടേക്ക്. ഉണ്ടോ? വാവ്, ആ വെള്ളം ചാടുന്ന ശബ്ദം കണ്ടില്ലേ, എന്താ ചാട്ടം. ഇതൊരു 3 വാട്ടർ ഫാൾസാണ് കേട്ടോ. 1 മേലെ, 2ാമത്തെ, 3ാമത്തെ, 4, 5, 6 അങ്ങനെ 7ഓളം വാട്ടർ ഫാൾസാണ് ആ കാണുന്നത് നമ്മൾ. മോനെ താഴേക്ക് നോക്കി, എന്തൊക്കെയോ കരയുന്ന സൗണ്ടുകളൊക്കെ കേൾക്കാം. എനിക്കാണെങ്കിൽ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല കേട്ടോ. ഇവിടെ തന്നെ ടെൻ്റ് അടിച്ച് താമസിച്ചാലോ നമുക്ക്. അത്രയും ബ്യൂട്ടിയാണ് കാണാൻ. ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഞാൻ നിൽക്കുന്നത് കണ്ടോ, ഒരു പാറേൻ്റെ മേലെയാണ്. എൻ്റെ അപ്പുറത്തേക്ക് വലിയ കൊക്കയാട്ടോ.
വാ, എന്താ രസം. ഞാൻ ആകാശം കാണിച്ചു തരാം. നോക്കിയേ, സൂര്യൻ കണ്ടോ? ഫ്ലൈറ്റ് പോണ സൗണ്ടൊക്കെ കേൾക്കാം. ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കാരണം ഫ്ലൈറ്റ് പോണ ശബ്ദം കേൾക്കുന്നുണ്ടോയെന്ന് പറഞ്ഞാൽ അറിയാത്ത. നമുക്ക് തിരിച്ചു പോവാം. തിരിച്ചു പോയിട്ട് അപ്പുറ ഭാഗത്ത് നല്ല കുറേ വീടുകളുണ്ടല്ലോ, അതും കൂടി നമുക്കൊന്ന് പോയി കാണാം. അത് അപ്പുറത്തെ റൂട്ടിന് അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാൻ അതും കൂടി പോയി കാണിച്ചു തരാം. അപ്പോൾ ഈ മലേൻ്റെ മേഖലയിൽ ഒരുപാട് വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ ഒരു കുഞ്ഞു മലമല നമുക്ക് തോന്നും, പക്ഷേ എന്തോരം വീടുകളാണെന്നറിയോ ഇവിടെ. റൂട്ടൊക്കെ അതിമനോഹരമായ റൂട്ടാണ്. അതിൽ അങ്ങോട്ടും പോകാൻ തോന്നുന്നു. ഇങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം എന്താ സംഭവം. ഇതിലെ പാറപ്പൊത്ത അല്ലോ താഴേക്ക്. വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. അപ്പം ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ സ്പോട്ടൊക്കെ കാണുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ലൊരു സ്പോട്ട് ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഞാനിപ്പോഴാണ്. എന്താ ഭംഗി. ഇങ്ങോട്ട് വരാത്തവർ വരണം. അപ്പം ഇങ്ങോട്ട് വരുന്നുണ്ടുള്ള ലൊക്കേഷൻ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അല്ലാണ്ട് നമുക്കിത് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്പോട്ടായതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ അങ്ങോട്ടേക്കും ഉണ്ട് സ്പോട്ടുകൾ, ആ വഴിക്ക് നമുക്ക് പോവാം. ഞാനങ്ങനെ മേലോട്ട് കയറിയിട്ടോ. ഉണ്ടോ, ചെറിയ കുന്ന് കയറിയിട്ടാണ് കയറി വരുന്നത്. ഞാൻ ഇറങ്ങി വന്നത് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടില്ല. കയറി പോകണമെന്ന് ഞാൻ കാണിച്ചു തരാം. ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഇവിടെ കേൾക്കാം. എന്താ പവർ ശബ്ദമൊക്കെ. ഞാൻ നേരത്തെ പോയത് അങ്ങോട്ടേക്കാണ്, ഇപ്പോൾ പോയത് അതിലെയാണ്. ഇതാണ് വഴി, ഞാൻ ഇറങ്ങി വന്ന വഴി. നമ്മളങ്ങനെ വേറെ സ്പോട്ട് കൂടി കാണാൻ പോവാണ്. മേലോട്ട് കയറി പോകണം. ഈ കുന്നിൻ്റെ എന്തായാലും നമുക്ക് പോയി നോക്കാം. എന്താ ഭംഗി അങ്ങോട്ട് കാണാൻ നോക്കിയേ. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും ചാലിയാർ പുഴയും. വാവ്. ഞാനിതാ ഈ കുന്നിങ്ങനെ കയറി കുറച്ചുകൂടി മേലോട്ടം കയറി കഴിഞ്ഞാൽ ഇനിയൊരു മനോഹരമായ സ്ഥലം നമുക്ക് കാണാം. അപ്പോൾ അതിന് വേണ്ടിയാണ് കയറിപ്പോണേ. ചൂട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമ്മാതി ചൂടാ, രക്ഷയില്ലാത്ത ചൂട്. പിന്നെ കാറ്റുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇത്തിരി തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ കരിയും. നല്ല പന്നിയുണ്ട്. അപ്പം ഇത് പിന്നെ തീയിട്ടുണ്ട്. മഴക്കാലത്ത് വരണം വരുമ്പോൾ അവിടെ അടിപൊളിയായിരിക്കും. മടുത്തുപോയി. ഞാനങ്ങനെ മലയുടെ ടോപ്പിലെത്തി. കണ്ടോ,
ഞാനപ്പോൾ അവിടെ നിന്നായിട്ട് കയറി വന്നേ. വഴി നോക്കി. വാവ്, ബ്യൂട്ടി. അട്ടമല, അവിടെയായിട്ടാണ് അട്ടമല ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉള്ളത്. പരുന്തുമൊക്കെ എന്തോരാന്ന്. ആ ഗ്രൗണ്ടിൽ പിള്ളേർ കളിക്കുന്നുണ്ട്. എന്താ കുറച്ച് നേരം ഗ്രൗണ്ടിൽ കാണാം. എൻ്റെ മോനെ, ചെമ്പ്രമലയും മുണ്ടൊക്കെ കാണുന്ന കാഴ്ച. വാവ്, ഇതിന് മേലെ സോളാറോ ഫാൻ നോക്കി. ഇടി വെട്ടാണ്ട് ഏക്കാനുള്ള സാധനം തോന്നുന്നു. വാവ്, എന്താ ഭംഗി. ആ കാണുന്ന മൊത്തം തമിഴ്നാടാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പോത്തുകല്ല്, കവളപ്പാറ, ഉരുളുപൊട്ടി ഇതൊക്കെ കാണാം ഇവിടുന്ന്. പക്ഷെ അതൊന്നും കാണാൻ പറ്റില്ല, മഞ്ഞ് മൂടിയിട്ട്. ആ കാണുന്ന ചാലിയാർ പുഴയാണ് കേട്ടോ. അപ്പുറേ ഇപ്പുറേക്ക് എന്തോരം വീടുകളാണ് അങ്ങോട്ടേക്ക് കണ്ടോ. എന്താ രസം നോക്കി. അതിൻ്റെ അവിടെയാണ് സൺറൈസ് വാലി സ്ഥിതി ചെയ്യുന്നത്. അവിടെ അക്കരെ അങ്ങോട്ട് തേയിലത്തോട്ടം കണ്ടോ, അവിടെയാണ്. അവിടുന്ന് ആ വേറെ വെള്ളച്ചാട്ടം കണ്ടോ, അതൊക്കെ വെള്ളം വറ്റിപ്പോയി. അല്ലെങ്കിൽ ഒരു അതിമനോഹരമായ കാഴ്ചയാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടോ. എന്താ ഭംഗിയില്ലേ. വാവ്, അങ്ങോട്ട് സ്പോട്ടുണ്ട്. ഞാൻ അവിടെ നമുക്ക് പോവാം. ഇത് എടുത്തിട്ട് അങ്ങോട്ട് തീർക്കാൻ തോന്നുന്നില്ല, മൊത്തം അങ്ങനെ എടുക്കാൻ തോന്നുക. പോവാനും തോന്നുന്നില്ല ഇവിടുന്ന്. പിന്നെ അങ്ങോട്ടേക്ക് ഒരു വഴി പോകുന്നുണ്ട്. ഇവിടുത്തെ ഷെഡൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നതാ. സോളാറിൻ്റെ കാണുന്നുണ്ട്. ഇതുണ്ടോ സോളാറ്, ഇപ്പോഴും ഇങ്ങനെ കറങ്ങുന്നുണ്ട്. കുറച്ച് മേലോട്ട് പോയി കഴിഞ്ഞാൽ കാരാപ്പുഴ ഡാമൊക്കെ കാണാൻ തോന്നുന്നു, അമ്പലയിലത്തെ. ഞാനിപ്പോൾ ഇപ്പുറത്തൊരു പാറയിൽ വന്നു കേട്ടോ. ഇതുണ്ടോ, ഞാൻ വേറൊരു പാറേൻ്റെ മേലെയാണ് നിൽക്കുന്നത്. സൂചി പോലെ ഇല്ലേ, കണ്ടോ. മോനെ നിൽക്കുന്ന ഭാഗം എന്താ രസമല്ലേ, രക്ഷയില്ല കാഴ്ച. അങ്ങനെ ഗ്രാമങ്ങളാണ് ഫുള്ള്. അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കി റിസോർട്ടും കാര്യങ്ങളും, സൺറൈസ് വാലി. എന്താന്ന് നോക്കിയാൽ പച്ച പുല്ല്. അവിടെയൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്ന ഭംഗിയില്ലേ. അപ്പോൾ ഞാൻ ഇവിടുന്ന് അപ്പുറത്തേക്ക് നമുക്ക് പോവാം. അപ്പോൾ വ്യൂ പോയിൻ്റ് കാഴ്ചകൾ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് തൊട്ടപ്പുറത്ത് കുറച്ച് ഗ്രാമങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൂടി ഞാൻ കാണിച്ചു തരാം. ഞാനത് കാണിക്കാൻ വേണ്ടിയാണ് നേരത്തെ അവിടെ നിന്ന് അങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ കുറച്ചിങ്ങോട്ട് കയറിയപ്പോഴാണ് ഇങ്ങോട്ട് ഞാനൊരു സ്പോട്ട് കണ്ടത്. എന്നാൽ പിന്നെ അതും കൂടി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ഇനി നേരെ അങ്ങോട്ടേക്ക് പോവാം. കുറച്ചങ്ങ് വന്ന് ഒരു സ്പോട്ട് കിട്ടോ നോക്കിയേ, ഫുള്ള് പാറപ്പത്ത്. എന്താ രസം, എന്താ തണുപ്പ് ഇവിടെ. പാറകളൊക്കെ ആയിട്ട് അതിമനോഹരമായ കാഴ്ച. ഇതിലെങ്ങോട്ടേക്കോ വഴിയൊക്കെ പോകുന്നുണ്ട്. എന്നെ വലിയ പാറയാ. ഇതിൽ പോയ ഗ്രാമത്തിലേക്ക് പോകാൻ തോന്നുന്നു. കണ്ടോ, കാടിൻ്റെ ഉള്ളിൽ വാട്ടർ ടാങ്ക്. ഞാനിപ്പോൾ ഇറങ്ങിപ്പോകുന്ന വഴി കണ്ടോ, അങ്ങോട്ടാന്ന്
നമ്മളങ്ങനെ പോയിട്ട് ഗ്രാമത്തിലെത്തിയിട്ടോ. വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ നോക്കി. മേലെ വാട്ടർ ടാങ്ക്. ഞാനപ്പോൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ വന്നു കേട്ടോ. ഒരു ഗ്രാമമുണ്ട് കാടിൻ്റെ ഉള്ളിൽ, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ഗ്രാമം. നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ വന്നൊരു ഗ്രാമത്തിലെത്തി. വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. നല്ല വീടുകളാട്ടോ. ഇതിൽ വണ്ടിയൊക്കെ പോകും. അങ്ങനെ നമ്മളൊരു വീടിൻ്റെ ഉള്ളിലോട്ട് വന്നു. താഴേക്ക് പോയോക്കാം അല്ലേ. ഇവിടേക്ക് ഇതാ ഷെഡും കാര്യങ്ങളൊക്കെ. ഇവിടേക്ക് ഒരുപാട് വീടുണ്ട് കേട്ടോ. ഇവിടെ വീട് പണി നടക്കുകയാണ്. എന്താ ഭംഗിയില്ലേ. ഇവിടെ വണ്ടി വരും. ചേട്ടാ പണിക്ക് വന്നാ? വീടാ ചേട്ടൻ്റെ വീടാ? ഇതാട്ടി ചേട്ടൻ്റെ വീട്. ഇതെവിടെയാണ് സ്ഥലം? എന്താ സ്ഥലപ്പേര് ഇവിടെ? ശേഖരംകുന്ന്. ചേട്ടൻ്റെ പേരെന്താ? സുരേഷില്ലേ? അങ്ങോട്ടേക്കാ? ഇവിടെ വണ്ടി എത്തൂലേ? ഈ വഴി നേരെ മേലോട്ട് എങ്ങോട്ട് എത്തും? ടൗൺ. ഇപ്പോൾ ഏതാ ടൗണ്? ചിത്രഗിരി വടുവഞ്ചാൽ. എളുപ്പാ? ചേരമ്പാടി. ഇവിടെയാണ് ഈ ഹട്ട് എന്ന് പറഞ്ഞ സ്ഥലം അല്ല അല്ലേ? വീട് നിർത്തോട്ടെ. താഴേക്കൊക്കെ വഴിയുണ്ട് കേട്ടോ. ഇതാണ് ഈ ചേട്ടൻ്റെ വീട്. നോക്കിയേ, കുഞ്ഞു വീടുകളില്ലേ കണ്ടോ. പണിയൊക്കെ കഴിഞ്ഞ് ഡ്രസ് മാറ്റി പോവുക. ചേട്ടാ എവിടേക്കാ സീനറികളെ? ആണോ? നമുക്കിപ്പോൾ ഈ വഴിയിലോട്ട് അങ്ങ് പോവാം. എന്താ അടുത്താന്ന് നോക്കിയേ. അപ്പം ഞാനങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ടൊരു ഗ്രാമത്തിൽ ചാടിയിട്ടോ. മേലെ കൂടെ ഒന്ന് താഴെ എത്തി. നല്ല നല്ല വീടുകൾ നോക്കിയേ. ഇവർ ഈ മലേൻ്റെ അടിവാരത്താണ് താമസിക്കുന്നത്. ചിത്രഗിരി കേട്ടോ. ചിത്രഗിരി എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്. വീടൊക്കെ നോക്കിയേ, തറയെ കെട്ടിയിട്ടിട്ടുണ്ട്. എൻ്റെ വീട് ഇവിടേക്ക് നല്ലൊരു സീനറി ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. വാവ്, ഇവിടെയും തറ കെട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുഞ്ഞു കുടിലുകളില്ലേ കണ്ടോ. ഇതൊക്കെ പണിക്ക് പോയേക്കെന്ന് തോന്നുന്നു. അമ്പാ, ഈ വീടിൻ്റെ അവിടെ നിന്നൊരു ഒരു പട്ടിക്കൂട്ടം നോക്കിയേ. ഹായ്. വീടൊക്കെ പൊളിഞ്ഞ്. അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങോട്ട് വരികയാണ് കേട്ടോ ചെയ്തേ. ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ വന്ന ഒരു അടിപൊളി സീനറി നമുക്കിവിടെ കാണാം. ഇതാണിപ്പോൾ മലേൻ്റെ ബേക്ക് ഭാഗട്ടെ. നോക്കി എൻ്റെ അമ്മു. നമുക്ക് തിരിച്ചു പോവാം. അപ്പം നമ്മൾ മറ്റൊരു വീട്ടിലെത്തിയിട്ടോ. ഇതൊക്കെ വീട് പണി നടക്കുന്നുള്ളൂ. ഇവിടെ തുണിയൊക്കെ കലക്കിയിട്ടുണ്ട്. സർക്കാർ നിർമ്മിച്ചു കൊടുക്കുന്ന വീടാന്ന് തോന്നുന്നു. നല്ല വീടില്ലേ.
ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്, ചോദിച്ചു നോക്കാം പേര്. ചേട്ടൻ്റെ പേരെന്താ? വാസു. ഇതാണ് ചേട്ടൻ്റെ വീടത്? ആ. ചേട്ടൻ ഇപ്പം എന്താ ജോലി ചെയ്യുന്നത് അവിടെ? ജോലി അങ്ങനെ ജോലിയൊന്നുമില്ല, കവാത്ത് അങ്ങനെയൊക്കെ പോവുക. ആ, കിട്ടുന്ന പണിക്ക് പോകും. കിട്ടുന്ന പണിക്ക് പോകും. ഇതിൽ വണ്ടി ഇങ്ങോട്ട് എത്തൂലേ വീട്ടിലോട്ട്? ആ, വണ്ടി ഇവിടെ ഇഷ്ടം വരെ ഓട്ടോറിക്ഷയൊക്കെ വരും. ആ, ഇവിടെ മേലോട്ട് കയറി എത്തി എവിടെ എത്തും? ഇവിടുന്ന് പോവാണ് ചിത്രേരി. കുറേ നടക്കാണ്ടില്ലേ? കുറേ നടക്കാണ്ട്. ആ, ചേട്ടൻ്റെ വീട് പോയിക്ക് ഇപ്പം തൽക്കാലം കിട്ടിയതാണ് ഇവർ. തൽക്കാലം ഞങ്ങൾ ഉണ്ടാക്കിയത്. ആ, അടിപൊളി സ്ഥലം അല്ലേ? എനിക്ക് ഫുള്ള് കാപ്പി എസ്റ്റേറ്റാ അല്ലേ? എന്താ രസം നോക്കിയാൽ. നമ്മൾ നേരത്തെ താഴത്തെ വീട്ടിലാണ് പോയത്. മേലോട്ടൊക്കെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ, മേലേക്കൊക്കെ ഒരുപാട് വീടുകളുണ്ട്. ഈ കാടിൻ്റെ ഉള്ളിൽ താമസിക്കുന്നവർ. ഇവിടെ ആനയൊക്കെ വരും, വല്ലപ്പോഴും വരും അല്ലേ? പുലി അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ? പുലിയുണ്ട്, പുലിയും കടുവയൊക്കെ ഉണ്ട്. അമ്പ, പുലിയും കടുവയൊക്കെ വരുന്നതാണ് ഈ ചേട്ടൻ പറയുന്നത്. ചോറ് കഴിച്ചു ചേട്ടൻ? കഴിച്ചു അല്ലേ? ആ, പിന്നെ ഇന്നലെ മഴ പെയ്തായിരുന്നു ഇങ്ങോട്ട്? മഴ പെയ്തു. നല്ല സീനറി ആണല്ലോ ഇവിടെ. ഞാൻ ആ വീട്ടിൽ നിന്നൊന്ന് മോൻ കഴുകിട്ടോ, ചൂടെടുത്തിട്ടേ ഒരു രക്ഷയില്ല. നമുക്കേതായാലും ഈ വഴി മേലോട്ടൊന്ന് കയറി നോക്കാം. നോക്കില്ലേ, കാടിൻ്റെ ഉള്ളിൽ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. നമ്മളങ്ങനെ ആ മലേൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തത്. അപ്പോഴാണ് ഞാൻ ഈ വീട് കണ്ടത് മേലേന്ന്. കുറച്ച് മേലേക്ക് നടന്നു പോവാം. മേലേയും കുറച്ച് വീടുകളൊക്കെ ഉണ്ട്, നമുക്കതും കൂടി പോയിന്ന് കാണാം. പട്ടികളുണ്ടോയെന്നാണ് പേടി. പട്ടികളുണ്ടെങ്കിലാണ് സീൻ, കടിച്ച് കൊതറും. അവിടേക്കൊന്നുമില്ല. ഇവിടെ ഒരു വീട് കണ്ടതാ, അവിടേക്കൊക്കെ കാടടച്ചിട്ടും. പിന്നെ ഈ കാണുന്ന കാപ്പിത്തോട്ടം. മേലേക്ക് കയറി പോവാ. അവിടെ ഒരു വീട്, ഇവിടെ ഒരു വീട്, കാടിൻ്റെ ഉള്ളിൽ. ആനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പറഞ്ഞ പുലി. ഇവിടെ ഒരു വീട്. നമ്മളാ കയറി വരുന്ന ഈ വീട്ടിലോട്ടാ. ഈ വീട് കണ്ടോ? ഇനി കുടിലില്ലേ? മഴക്കാലത്ത് ഇവിടേക്ക് സീനാണ് ശരിക്കും. ഉണ്ടോ അവിടെ സ്പോട്ട്, അടിപൊളി സ്പോട്ട്. ആൽമരൊക്കെ ആയിട്ട് നോക്കി എന്താ ഭംഗി. ഇവിടെ ഉള്ളൊരു പണിക്ക് പോയിന്ന് തോന്നുന്നു. ഈ വഴി കുറച്ചങ്ങ് നടന്നു പോയി നോക്കാം, നല്ല സ്പോട്ടും ഉണ്ടോ നോക്കാം നമുക്ക്. കോൺക്രീറ്റ് ഇട്ട വഴിയാണ് കേട്ടോ. മേലേക്കൊക്കെ വലിയ മലയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കാപ്പി എസ്റ്റേറ്റാണ്. കറണ്ട് കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. കൊടുങ്കാട് അങ്ങോട്ടേ കാണതാ, ഗ്രാമം കണ്ടതാ. നമ്മൾ ചിത്രഗിരി എത്തി. ചിത്രഗിരി ഏകദേശം താഴ്വാരത്തെത്തി. ഡാൽമരം. എൻ്റെ അമ്മ, ഇതിലൊക്കെ ആനയും പുലിയൊക്കെ ഉണ്ട്, അറിയുപോലുമില്ല. അത്രയ്ക്ക് ഡേഞ്ചർ ഏരിയ ആണ്. ഞാനപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ചാർജും കഴിയാനേ, ബാറ്ററി കുത്തിയിട്ടുണ്ട്. ചാർജും കുത്തിയിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇത് കുറേ ദൂരം നടന്നു പോകണം തോന്നുന്നു. കരിഞ്ഞുപോയി. ഒരു കാപ്പി എസ്റ്റേറ്റിന് കൂടെയാണ് ഈ വഴി. ഇത് വടുവഞ്ചാൽ ചെന്ന് കയറും, അങ്ങനെയാണ് ചേട്ടൻ പറഞ്ഞത്. ഉണ്ടോ? ഈ വഴി നടക്കാണ്ടി കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ വളഞ്ഞ് കയറി പോകണം തോന്നുന്നു. നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഈ കാടിൻ്റെ ഉള്ളിൽ 28ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് കേട്ടോ. ചിത്രഗിരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. കാടിൻ്റെ ഉള്ളിലാണ്
ഇത്രയും കുടുംബം. ആനയും പുലി കടുവയൊക്കെ വരുന്നൊരു ഏരിയ ആണ്. ഞാനവിടെ പോയതിനും അടുത്ത് പോയി. എൻ്റെ അമ്മ രക്ഷയില്ല. പെരും ചൂടും കറുത്ത് കളറൊക്കെ പോയി. ഒരു കുപ്പി വെള്ളം കൊണ്ട് വന്നു. വെള്ളം പകുതി തീർന്നു. ജമ്മു കിതപ്പ് രക്ഷയില്ല. ഞാൻ ഇവിടെ നോക്കിയപ്പോഴാണ് ആ വീട് കണ്ടത്. നീലിമലയിലെ ഒരു വീട് കാണിച്ചു തരാം. ഒളിഞ്ഞ വീട്. സ്റ്റെപ്പൊക്കെ കയറി. ഇവരൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. ഇവിടെ താമസം മാറിപ്പോയെന്ന് തോന്നുന്നു. കണ്ടോ, മുളയും കുഞ്ഞി വീടിലെ അവിടേക്ക് വാട്ടർ ടാങ്ക് കാണാം. മഴക്കാലത്തോടെ സീനാണ് കേട്ടോ. മുളക് പറ്റിയ പേരെന്തേട്ടതിൻ്റെ? ആ ചാനല്. ഞാൻ അമ്പലയിൽ ഇവിടെ തന്നെയായിട്ട് താമസിക്കണേ. എവിടെ വീട്? കുറച്ച് താഴോട്ട് പോകണോ? ആ ഈ ശരിക്കും ഈ മലേൻ്റെ മേലെ എത്ര കുടുംബങ്ങളുണ്ട് മൊത്തം? ഒരു 10-40 വീടുണ്ട്. 45 വീടുണ്ടല്ലേ? നമ്മൾ ആ ചേട്ടനോട് ഇവിടെ എത്ര വീടുണ്ടെന്നൊക്കെ ചോദിച്ചു. 10-45 വീടുകളുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ കുറച്ച് പിള്ളേരെ നമ്മളോടൊന്ന് പരിചയപ്പെട്ടു. ഇനി നമുക്ക് ഈ വഴി കുറച്ച് താഴേക്ക് പോയേക്കാം. അവിടേക്ക് ഒരുപാട് വീടുകളുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് പോയി കാണാം. ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാമല്ലോ. നേരത്തെ നമ്മൾ ആ വഴി അങ്ങോട്ടാണ് പോയത്. നമുക്ക് ഇവിടെയും കൂടി ഒന്ന് പോയി നോക്കാം. താഴേക്കൊക്കെ ഫുൾ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഇനി നമുക്ക് വടുവഞ്ചാൽ പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. ഇവിടെ അടുത്തൊന്നും കടയൊന്നുമില്ല. വന്ന പാടെ തന്നെ ഇവിടെ ഒരു വീട് കണ്ടോ. ആ ഇതിൽ താഴേക്കൊരു വീടുണ്ട് കേട്ടോ. അതാ ഈ മണ്ട വഴി അങ്ങ് താഴേക്ക് ഇറങ്ങിപ്പോയാൽ അവിടെ ഒരു വീടുണ്ട്. കാണുമ്പോൾ കുഞ്ഞൊരു മലയാണെങ്കിലും ഇതാ അവിടേക്കൊരു വീടുണ്ട്. അങ്ങനെ നമ്മളൊരു ഇറക്കിറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. കോൺക്രീറ്റ് ഇട്ട വഴിയൊക്കെയാണ്. വണ്ടിയൊക്കെ വരും. പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് കയറി വരില്ല വണ്ടി. പിന്നെ ഇവിടെ ഏലൊക്കെ നട്ടിട്ടുണ്ട്. ഇതുണ്ടോ, ഏകദേശം ഒരു ചൂരൽമല മുണ്ടക്കൈ ആ ഒരു പ്രദേശം പോലെ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെയും. ഇവിടെയും നമുക്ക് മഴക്കാലത്തൊക്കെ ഇത്തിരി സീനാണ്. എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ഇത് ഡേഞ്ചർ ഏരിയ ആണ്. എന്നാലും കുറേ പാവങ്ങളവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ. വേറെ വഴിയില്ലല്ലോ. ഇതാ ഇത് ആട്ടുംകൂടെ എന്തോ ആണ് കേട്ടോ. ആ മേലേക്കൊരു വീടുണ്ട് അവിടേക്ക്. ഇവിടെ ഒരു വീട്. വീടിൻ്റെ മുന്നിൽ തന്നെയാണ് ഈ വീട്. കുഞ്ഞു വീടുകളിലെ ഇവിടുത്തെ നല്ല മനോഹരമായ ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ച് കൊടുത്തെടുത്ത് തന്നെയാണ് വീടും കാര്യങ്ങളൊക്കെ. ഇവിടെ ഇതാ ഒരു ഹോസ്പിറ്റൽസിൻ്റെ വീട്. അപ്പം ഞാൻ മേലെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. പൂക്കളൊക്കെ നോക്കി, വയലറ്റ് പൂ, എന്താ രസമല്ലേ. അപ്പോൾ ഇവിടെ തന്നെ മറ്റൊരു വീട്. ഈ കുഞ്ഞു വഴി അങ്ങ് ഇറങ്ങിപ്പോണം. കണ്ടോ, ഇതെല്ലാം ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. കാണാനൊക്കെ എന്ത് ഭംഗിയാണ് അവിടെ. ഇവിടെ മേലേക്കൊരു വീട്. വീട്ടിൽ പട്ടിയുണ്ട്. പിന്നെ ഈ തിണ്ടിൻ്റെ താഴെ ഒരു വീട്. ഇതാ ഇവിടേക്ക് ചെറിയ തിണ്ട് പോലെയാണ്. അവിടെ ചേട്ടന്താ മരത്തിൽ കയറി നിൽപ്പുണ്ട്. മറ്റേ ഈ ട്രീ മരമില്ലേ, അതാണ്.
ചേട്ടൻ്റെ പൈപ്പ് എന്താ കിട്ടുകയൊക്കെയാണ്. മറ്റേ ചീവീട് കാര്യങ്ങൾ സൗണ്ട് കേൾക്കാം. ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. ഇവിടെ ഒരു വീട്. ചേട്ടി താഴേക്ക്. ചേട്ടൻ്റെ പേരെന്താ? സണ്ണി. കുറേ കാലം ഇവിടെ താമസിക്കുന്നു. ആ ചേട്ടി ഇന്നലെ ഇവിടെ മഴയൊക്കെ പെയ്തായിരുന്നു? ഇവിടെ മഴയൊക്കെ പെയ്താൽ ഡേഞ്ചർ അല്ലേ ശരിക്കും? ഇവിടെ ഈ ഭാഗത്ത് ഉരുളൊക്കെ പൊട്ടിയിട്ടുണ്ടോ? പൊട്ടിയിട്ടുണ്ട്. എത്ര കാലമായി? ഏതാ ഈ മലേൻ്റെ അപ്പുറ ഭാഗത്താണ് ഉരുൾ പൊട്ടിയത്? പുറകത്തിൽ ആൻസൈഡ് ആ പൊട്ടിയിട്ടുണ്ടല്ലേ. ചേട്ടൻ പൈപ്പ് കെട്ടുക. അപ്പം ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു ഇവിടെ പണ്ട് ഉരുൾ പൊട്ടിയിട്ടുണ്ട് കേട്ടോ, കുറച്ച് കാലമായി. ഇത് ഈ മലേൻ്റെ അപ്പുറ ഭാഗത്താണ് ഉരുൾ പൊട്ടിയെന്നാണ് പറഞ്ഞത്. ഞാൻ ഇറക്കിറങ്ങി ചെറിയൊരു നിരപ്പെത്തി കേട്ടോ. ഇവിടെ ചെറിയൊരു ഏലത്തോട്ടൊക്കെയാണ്. ഇതാ കണ്ടോ, അവിടേക്കൊരു വീടുണ്ട്. ഒരു ചേട്ടൻ ചേച്ചിയും അലക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അരിപൊളി അരുവിയാണല്ലോ. കണ്ടോ എന്താ ഭംഗിയില്ലേ. ഈ വെള്ളം എവിടെ നിന്ന് വരുന്നേ? മേലെ എന്നാ? ചേട്ടൻ്റെ പേരെന്താ? അനീഷല്ലേ. അങ്ങോട്ടേക്ക് വീടുകളുണ്ടോ? ഇല്ല അല്ലേ. ഏതായാലും ഒന്ന് പോയോക്കട്ടെ. അവിടെ ഇവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നു കണ്ടില്ലേ. നല്ല പ്യുവർ വെള്ളം. നോക്ക്, ഇനിയുള്ളത് അവിടെയാണ് വീട്. അവിടെയും കൂടി ഒന്ന് പോയേക്കാം. ഇവിടെയൊക്കെ എന്താ ഭംഗി നോക്കിയേ. ഈ വെള്ളം അങ്ങോട്ടാണ് ഒഴുകി പോണേ. ഫുള്ള് ഏലത്തോട്ടാണ്. അപ്പോൾ ഞാനങ്ങനെ വന്ന് വീടിൻ്റെ ഉള്ളിലോട്ടെത്തി. ഇവിടെ ഒരു അടിപൊളി പഞ്ചായത്ത് കിണറൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ 2 വീടാണുള്ളത്. ഇതേണ്ട വീട്. ഈ നീലിമലയിൽ ലാസ്റ്റ് വരുമ്പോഴാണ് ഈ വീടുള്ളത്. കണ്ടോ എന്താ രസമല്ലേ. പിന്നുള്ളൊരു വീട് ഇവിടെയാണ്. ഇതേണ്ടോ കുഞ്ഞി വീട്. ഏലത്തോട്ടം കാണാൻ എന്താ ഭംഗിയില്ലേ. ഇനി ഞാൻ ആ പഞ്ചായത്ത് കിണറൊന്ന് കാണിച്ചു തരാം. ഇതാണ് ആ പഞ്ചായത്ത് കിണർ. കുറേ വെള്ളം ഉണ്ടാവുമായിരിക്കും. നല്ല പ്യുവർ വെള്ളമായിരിക്കും കേട്ടോ. ഇതിൽ മീനൊക്കെ ഉണ്ടല്ലോ. ഇതാ എന്താ രസമല്ലേ കിണർ കാണാൻ. വലിയ കിണറാണ്, നല്ല ആഴമുണ്ട്. ഫ്ലൈറ്റ് പോണ സൗണ്ട് കേൾക്കാം. കണ്ടോ പ്യുവർ വെള്ളമല്ലേ. മലപ്രദേശമായതുകൊണ്ട് നല്ല വെള്ളം കോരി തൊപ്പി പിടിക്കട്ടെ. താഴെ പോവോ അല്ലേ. എന്താ തണുപ്പ്. ദേഹത്ത് കുളിച്ചു. നല്ല സുഖം കേട്ടോ. പേരും ചൂടാണ്. ഇവിടെ തണുപ്പുണ്ട്. എന്താ പ്യുവർ വെള്ളം. ഒരാശ്വാസം കിട്ടി. നമുക്ക് തിരിച്ചു പോയാലോ? ഇവിടെ എങ്ങനെ മേലോട്ടൊക്കെ വീടുകളുണ്ടോ? അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടെ എങ്ങനെ മൃഗങ്ങളൊക്കെ വരുമോ? ആനയും കടുവയും പുലിയൊക്കെ വരും. കാട്ടിയൊക്കെ വരും. ഭക്ഷണം കഴിച്ച ചേട്ടൻ? ചേട്ടൻ എത്ര കാലമായി ഇവിടെ താമസിക്കും? കുറേ കൊല്ലമായോ? ആണോ? ചേട്ടാ ഇവിടെ ഇങ്ങനെ ഉരുളൊക്കെ പൊട്ടിയിട്ടുണ്ട്. എത്ര കാലം മുന്നേ? പിന്നെ 10 വർഷം 13 വർഷമായി. അപ്പോൾ ലാൻഡ്സ്ലൈഡ് സംഭവിച്ചിട്ടുണ്ടല്ലേ. ഇതെങ്ങനെ ഇത് എവിടെയായിട്ടാണ് സംഭവിച്ചേക്കണത്? അവിടെ അല്ലേ? പോയതാണല്ലേ. ഇവിടെയൊക്കെ മൊത്തം ഉരുളുപൊട്ടി പോയതാണ്. ഇവിടെ രണ്ടാമത് വെച്ച് പിടിപ്പിച്ചാണ് ഞാനൊക്കെ അല്ലേ.
ഇവിടുന്ന് ഈ കുന്നോട്ട് അവിടെ വരെ. ആ ഒരു മഴയത്തൊക്കെ സീനല്ലേ ഇവിടെ? മഴയത്തൊക്കെ സീനാണോ? ഇപ്പം സീനൊന്നുമില്ല, ആ ഹാ. ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയല്ലേ മുണ്ടക്കൈ കാണാം നമുക്ക് ഇവിടെ നോക്കിയല്ലേ? മുണ്ടക്കൈ ആ ഹാ. മുണ്ടക്കൈ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഇതൊക്കെ പിന്നീട് വന്ന. ആ ഇതൊക്കെ മൊത്തം പോയിരുന്നു. ആണല്ലേ? ആ ഇതൊക്കെ പിന്നീട്. ഓ ഇവിടെ മൊത്തം അങ്ങ് ഇടിഞ്ഞു പോയതാ സ്ഥലം അല്ലേ? പോയത് അമ്മ ശരിക്കും ഇത്തിരി ഡേഞ്ചർ ആണില്ലേ അവിടെ നിന്ന് അങ്ങോട്ട്? മേലെന്ന് ഒരു ഉരുളുപൊട്ടി ഇങ്ങനെ വന്നാണ് ഫസ്റ്റത്തെ ഉരുളുപൊട്ടി. ഫസ്റ്റ് നമ്മുടെ വയനാട്ടിൽ പൊട്ടിയത് ഇവിടെയാണല്ലേ? അമ്പ അത് കഴിഞ്ഞിട്ടാണ് പുത്തുമലയൊക്കെ പൊട്ടിയല്ലേ? അത് കഴിഞ്ഞിട്ട് പുത്തുമല ഇപ്പം പുത്തുമലയും ചുലുമല മുണ്ടക്കൈ. മുണ്ടക്കൈ. ആ പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞതിന് ശേഷം ചുരുൾമല പുത്തുമലയെന്ന് തോന്നുന്നു ആദ്യം പൊട്ടി. പുത്തുമല. അത് കഴിഞ്ഞിട്ടാണ് മുണ്ടക്കൈ ചുരുൾമല പൊട്ടി. അമ്പ ഡേഞ്ചർ അല്ലേ? ഇത് നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ നിലമ്പൂരാ. ഇത് നേരെ നമ്മളങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ നിലമ്പൂരെത്തി. അടുത്താണല്ലേ? ഇവിടുന്ന് 3 കിലോമീറ്റർ ഉള്ളൂ. 3 കിലോമീറ്റർ ഉള്ള നിലമ്പൂരിക്ക്. ആ ഇവിടുന്ന് വെറും 3 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ നിലമ്പൂരിലോട്ട്. എന്താ അടുത്താല്ലേ? ചാലിയാർ പുഴ അങ്ങനെ കടന്ന് നടന്നു പോകാല്ലേ? ഈ വെള്ളം അവിടെ മീൻമുട്ടി വെള്ളച്ചാട്ടം പോകുന്നത് ചാലിയാറിലോട്ടല്ലേ? ചാലിയാർ. ആ എന്നാൽ ശരിയാട്ടി പോട്ടെ എന്നാൽ. നല്ല പ്യുവർ വെള്ളമല്ലേ? ചേട്ടൻ പറഞ്ഞിട്ടില്ലേ കുറച്ച് കാലം മുന്നേ അവിടെ ഉരുള് പൊട്ടിയ സ്ഥലമാണ്. ഇതിലേക്ക് പൊട്ടി ഇങ്ങോട്ട് വന്നതാണ് മൊത്തം. നമുക്കിനി അവിടെയും കൂടി അങ്ങോട്ടും കൂടി ഒന്ന് പോയി നോക്കാം. ആ വഴി കൂടെ വീടുണ്ടോ നോക്കാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് മേലേക്ക് വന്നു കേട്ടോ. ഇവിടെ ഒരു സ്പോട്ടൊക്കെ കാണാണ്ടെന്നാണ് ആ പയ്യൻ പറഞ്ഞത്. അപ്പോൾ ഒന്ന് പോയി നോക്കാം ഏതായാലും. ആ ഇതിലെ മേലേക്കൊരു വഴി പോകുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഷെഡ്. ഓ ഇവിടെ നിന്ന് അങ്ങോട്ട് നിലമ്പൂരെത്തി. ചാലിയാർ പുഴയൊക്കെ അടുത്താണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വീടുകളൊന്നുമില്ല, ഈ ഒരു ഷെഡ് മാത്രമേ ഉള്ളൂ. ആ എരപ്പങ്ങനെ കേൾക്കാം നമുക്ക്. ഓ ഇവിടുന്ന് കുറച്ചുകൂടി അടുത്തായിട്ട് കാണാം കേട്ടതാ മീൻമുട്ടി വാട്ടർഫാൾസ്. എന്തായാലും നമുക്ക് വന്നതല്ലേ, നമുക്ക് ഇവിടെയും കൂടി ഒന്ന് പോയി നോക്കാം. സ്പോട്ടൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കാം അല്ലേ? ആ മേലേക്കൊരു വഴി പോകുന്നുണ്ടല്ലോ. ഇവിടെ ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ചു. ഇവിടെ ഒരു വീട് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഒരു കുഞ്ഞു വീട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇല്ല, അതാണ് ഇവിടെ ചെടിയും കാര്യങ്ങളൊക്കെ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ എരപ്പ് ഇവിടെ നമുക്കിവിടെ കേൾക്കാം. സൂചിപ്പാറ വാട്ടർഫാൾസിൻ്റെ അല്ല കേട്ടോ, മീൻമുട്ടി, സോറി. ഇങ്ങോട്ടൊരു കാടാണല്ലോ പോണേ. ഇത് കാട്ടിക്കാണ് പോണത്. എന്തായാലും രക്ഷയില്ലാത്ത ഏരിയ ആണ് കേട്ടോ. ആ ഇതെങ്ങനെ വളഞ്ഞ് താഴേക്ക് പോവുകയാണ്. അവിടെ ഒരു സ്പോട്ട് ഉണ്ടല്ലോ കാണാനൊക്കെ. വാവ് എന്താ ഭംഗി. തമിഴ്നാട്ടിലൊക്കെ മഴയാന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക്. നല്ല കടലാസ് പൂക്കളും, എന്താ രസം. ഇത് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ കുന്നെത്തി. നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ? ഏതായാലും വന്നതല്ലേ, വന്ന സ്ഥിതിക്ക് ഒന്ന് പോയി നോക്കുന്നത് നല്ലതായിരിക്കും. കാട്ടിപ്പോത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അറിയില്ല. ഇതിലെ പന്നിയൊക്കെ കയറി പോണ വഴി അത് കണ്ടതാ മേലേക്ക്. ഫുൾ എസ്റ്റേറ്റ് ആട്ടോ, കാപ്പി എസ്റ്റേറ്റ്. നമുക്ക് ഈ കല്ലിൽ കൂടി അങ്ങോട്ട് കയറി. ഓ ഇവിടെ ഒരു കിടം സ്പോട്ടാണല്ലോ. ഓ ഇതും ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാട്ടോ ഇവിടെ. ഓക്കെ ഇവിടേക്ക് ഒരുപാട് സ്പോട്ടുകളുണ്ട്, കാട്ടുമയിലും ഒക്കെ ആയിട്ട്. ഇവിടുന്ന് ശരിക്കും ഈ വാട്ടർഫാൾസിൻ്റെ പവർ കാണാം നമുക്ക്. കണ്ടോ
അങ്ങോട്ടേക്ക് പാറയൊക്കെയായി. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫോറസ്റ്റാണ്. എന്തായാലും കിടന്ന സ്പോട്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അവിടെയൊക്കെ പണ്ട് കടത്തി വിടുകയായിരുന്നെങ്കിൽ പോകാൻ അടിപൊളി സ്പോട്ടാണ് അവിടെ നിൽക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട് അവിടെ, കുളിക്കാനൊക്കെ. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല്ലോ. നമുക്ക് തിരിച്ചു പോകാമല്ലേ. ആ ഒരു കാഴ്ച മാത്രമേ ഉള്ളൂ ഇവിടെ. വെറുതെ ഇങ്ങോട്ട് വന്നു. ഞാൻ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത്ര ഒരു വൈബ് എനിക്ക് കിട്ടിയില്ല. ഞാൻ ഇവിടെ നിന്നാണ് കയറി വന്നത്. ഇവിടെ നിന്നാണ് കയറി വന്നത്. അയ്യോ എൻ്റെ അമ്മോ, എന്താ തണുപ്പ്, എന്താ കാറ്റ്, ഹൈ രക്ഷയില്ല. ആ വെള്ളച്ചാട്ടത്തിൻ്റെ എരമ്പും ഇതിങ്ങനെ താഴേക്കൂടെ പോയി മീൻമുട്ടി വാട്ടർഫാൾസിലേക്ക് പോകാനൊക്കെ തോന്നുന്നുണ്ട്. ഇതിലൊരു വഴി താഴേക്ക് പോകുന്നുണ്ട്, കാപ്പി എസ്റ്റേറ്റ് കൂടെ. ഇതിലൊരു കിട സ്പോട്ട് പോകുന്നുണ്ട് കേട്ടോ. എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല. എന്നാലും ഫുള്ള് എസ്റ്റേറ്റ് ഏരിയ. ഞാൻ ആ പാറയിലാണ് കയറിയത് നേരത്തെ. ഇതിന് വഴികൾ എങ്ങോട്ടേക്കോ പോകുന്നുണ്ട്. ഒക്കെ വാട്ടർഫാൾസിലേക്കാണോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കിണറാണോ? പൈപ്പൊക്കെ വലിച്ചിട്ടുണ്ട് ചേട്ടന്മാർ. ഇവിടെ എന്താ ടാങ്കൊക്കെ ഉണ്ടല്ലോ. ഇതാ ഇതിൽ വെള്ളമുണ്ട്. വലിയ വീടുകളുണ്ടോ പറയാൻ പറ്റില്ല. ഏതായാലും വന്നല്ലേ, ഇവിടെയും കൂടി ഒന്ന് പോയി നോക്കാം സ്പോട്ട്. ആരേ വാ, നോക്കിയേ. നമ്മൾ നേരത്തെ അവിടെയാണ് നിന്നത്, ആ ഒരു സ്പോട്ടായിട്ട്. യമോയിൽ കൊക്കയല്ലേ, പോയാൽ കഴിഞ്ഞു, ചത്തു മരിച്ചു. താഴേക്ക് കിരീട് മൂടിയ കാഴ്ച. ഏതായാലും ഞാൻ വന്നതാ ഒരു പാറേൻ്റെ മേലെത്തിയതാ. വാവ്, എൻ്റെ മോനെ രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. മഴ പെയ്യുകയാണെങ്കിൽ നനഞ്ഞങ്ങ് പോവാം നമുക്ക്. ശരിക്കും ഇതിൽ ഇറങ്ങി അങ്ങ് പോവുകയാണെങ്കിൽ നേരെ വാട്ടർഫാൾസിലോട്ട് പോവാം കേട്ടോ. ഇതിൽ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണ്ട നോക്കിയേ, എന്താ ഭംഗി വാട്ടർഫാൾസ് കാണാൻ. വാവ്, അങ്ങോട്ടൊക്കെ മഴക്കാറും കൂടി നിൽക്കുന്നുണ്ട്. മഴ ഉറപ്പാ. ഏതാ സ്ഥലം അല്ലേ, രക്ഷയില്ലാത്ത കാഴ്ചയാണ് മൊത്തം. ഞാൻ നിൽക്കുന്ന സ്ഥലം എവിടെയാ നോക്ക്, എൻ്റെ ബാക്കോട്ട് നോക്ക്. ബ്യൂട്ടി സ്ഥലമല്ലേ. ചീവീട് കരിയുന്ന സൗണ്ടും മഴക്കാറൊക്കെ മൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഉറപ്പായിട്ട് നല്ല പെരും മഴ ഇപ്പോൾ പെയ്ത് വരും. വാവ്, ഞാൻ മടുത്തുപോയി. മഴക്കാറുണ്ട് നല്ല. മഴ പെയ്യായിരുന്നെങ്കിൽ ഒന്ന് നനഞ്ഞിട്ട് പോവായിരുന്നു നമുക്ക്, വൈബ് അടിക്കാം. ഇനി നമ്മൾ നേരെ പോകുന്നത് ചേരമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. ഞാൻ ചേരമ്പാടി ടൗണൊന്ന് പരിചയപ്പെടുത്തി തരാം, നമുക്കതും കൂടി കാണാം. പിന്നെ പോണ വഴിക്ക് അതിമനോഹരമായ കാഴ്ചകളുണ്ട്, അതും നമുക്ക് കാണാം. ഏതായാലും ഇവിടേക്ക് വന്നതല്ലേ, അപ്പോൾ അതും കൂടി ഞാൻ പോയിന്ന് കാണിച്ചു തരാം. മീൻമുട്ടി വാട്ടർഫാൾസിലോട്ട് എവിടെ നിന്നാണ് ഫസ്റ്റ് വെള്ളം വരുന്നത്, എവിടെ നിന്നാണ് ഒഴുകുന്നതെന്നൊക്കെ കാണിച്ചു തരാം. അവിടെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് പോയാലോ? നടന്ന് ക്ഷീണിച്ചു. ഇന്നൊരു 19 കിലോമീറ്റർ അവിടെ നടന്നിട്ടുണ്ടാവും. എന്തിനും കഴിക്കണം, ഇവിടെ കടയും കാര്യങ്ങളൊന്നുമില്ല. ആ വാട്ടർഫാൾസിൻ്റെ നല്ല സൗണ്ട് കേൾക്കാം കേട്ടോ. മീൻമുട്ടി ആ വെള്ളം ചാടുന്നൊരു പവറേ നമുക്ക് രക്ഷയില്ല. നമുക്ക് പോയാലോ?